ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ഭാരതീയ വായുസേന അഗ്നിവീർ അഗ്നിവീർ വായുവിലേക്ക് ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഓപ്പൺ ആണ്. അപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ആർക്കൊക്കെയാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്, അതേപോലെ ഇതിന്റെ ഏജ് ലിമിറ്റ്, സാലറി, ജോബ് തുടങ്ങിയ മേഖലയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് AZB അക്കാഡമി ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓഫ്ലൈൻ നമുക്ക് വരുന്നത് കരുനാഗപ്പള്ളിയിലാണ്, കൊല്ലം ജില്ലയിലാണ്. അതേപോലെ തന്നെ ഓൺലൈൻ കാറ്റഗറിയിൽ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സസ് ആയിരിക്കും. ഒരു ദിവസം കൃത്യമായി പഠിക്കേണ്ട ഏരിയാസ് തരുന്നുണ്ട്. പിന്നെ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ വീക്ക്ലി ഉണ്ടാകും. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. അത് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഷോർട്ട് നോട്ട്സ്, ഡൗൺലോഡബിൾ ആയിട്ടുള്ള നോട്ട്സ്, PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ കോഴ്സിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എക്സാം വരുന്നത് മാർച്ച് 30-31, 2026 അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾ കാണാനപ്പെട്ടു നിങ്ങൾ ചെറുതായിട്ടൊന്ന് പരിശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഭാവി സെക്യൂർ ആക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു അവസരമാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു അഗ്നിവീർ വായു ഇൻടേക്ക് 2027 നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ജനുവരി 2006 1 ജൂലൈ 2009 ഇതിന്റെ ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കും ഈ തീയതി ജനിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ വരുമ്പോൾ ഒരു 17 വയസ്സ് മുതൽ 21, നമുക്കറിയാം പുതിയ അഗ്നിവീറിന്റെ ഒക്കെ ആ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വർഷമാണ് അതിന്റെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് 4 വർഷം സർവീസ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സേനയിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ചിലവർക്ക് പെർഫോമൻസ് അനുസരിച്ച് അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് ജോബും വരുന്നുണ്ട് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് അതിനെക്കുറിച്ച് വരുന്ന ക്ലാസ്സുകളിൽ സ്ലൈഡിൽ ഞാനത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഏറ്റവും മികച്ചൊരു അവസരമാണ്. അപ്പം ഈ ഒരു വയസ്സ് ഉള്ള ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ ആ പേരന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേരെ ഇത് അറിയാതെ പോകുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇത് അറിയാതെയും അപ്ലൈ ചെയ്യാതെയും ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അതേപോലെ തന്നെ നമുക്ക് X കാറ്റഗറി, Y കാറ്റഗറി ഉണ്ട്. അപ്പൊ ഈ X കാറ്റഗറിയിൽ നമുക്ക് +2 സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതിന്റെ കൂടെ ഇംഗ്ലീഷൂടെ പഠിച്ചിട്ടുള്ളവർക്ക് Xഉം Yയും അപേക്ഷിക്കാം. ഇനി മറിച്ച് നിങ്ങൾ +2 സയൻസ് അല്ല, നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് Y കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. സയൻസ് പഠിച്ച കുട്ടികൾക്ക് Xഉം Yയും എന്ത് ചെയ്യാം, ബയോമാക്സ് ഒക്കെ പഠിച്ചവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മസ്റ്റ് ആയിട്ടും വേണം. പഠിച്ചിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, Xഉം Yയും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് +2 മാത്സും ഫിസിക്സും ഇംഗ്ലീഷും മിനിമം 50 മാർക്ക് ടോട്ടൽ ഓവറോൾ വരുന്നുണ്ട്. അതുകൂടാതെ 50% മാർക്ക് ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം. അതല്ലാത്തവർക്ക് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ ഓട്ടോമൊബൈലോ കമ്പ്യൂട്ടർ സയൻസോ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് പോളിടെക്നിക്ക് 50% അഗ്രിഗേറ്റും 50% ഇംഗ്ലീഷിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി 2 ഇയേഴ്സ് VHSC ഫിസിക്സ്, മാത്സ് വന്നിട്ടുള്ള കുട്ടികൾ 50% മാർക്ക് ഉണ്ട്. 50% ഇംഗ്ലീഷ് വേണം. ഇനി ബാക്കി പറഞ്ഞത് +2 എനി സ്ട്രീം സബ്ജക്ട് ഫ്രം എഡ്യൂക്കേഷൻ ബോർഡ്സ്, അതിൽ 50% മാർക്ക് 50% ഇംഗ്ലീഷ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ X കാറ്റഗറിക്കും Y കാറ്റഗറിക്കും ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് X കാറ്റഗറി, Y കാറ്റഗറി എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫീമെയിൽസിനും മെയിൽസിനും ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ ഫീമെയിൽ ആവട്ടെ മെയിൽ ആവട്ടെ 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ മെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് പറയുന്നുണ്ട്. അതായത് മിനിമം ചെസ്റ്റ് സർക്കംഫറൻസ് ഷുഡ് ബി 77 meters, ചെസ്റ്റ് എക്സ്പാൻഷൻ അറ്റ്ലീസ്റ്റ് 5 centimeter ആണ്. ഫീമെയിലിന്റെ പറയുന്നത് മിനിമം റേഞ്ച് ഓഫ് എക്സ്പാൻഷൻ 5 centimeter തന്നെയാണ് പറയുന്നത് കേട്ടോ. ഹിയറിംഗ്, ഡെന്റൽ, ജനറൽ ഹെൽത്ത്, ഗൈനക് എക്സാമിനേഷൻ, ജെൻഡർ, പ്രഗ്നൻസി, അത് നമുക്ക് മാരീഡ് ആയിട്ടുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് 21 വയസ്സിനുള്ളിലായിരിക്കണം. കല്യാണം കഴിഞ്ഞവർ ഇതിനെ അപേക്ഷിക്കാൻ പാടില്ല, അതാണ് പറയുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള
വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 4 വർഷത്തേക്കായിരിക്കും ഈ സേനയിലേക്ക് വരുന്നത്. അപ്പം ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 30,000 ആയിരിക്കും പാക്കേജ് വരുന്നത്. അത് നമ്മുടെ ഇൻ ഹാൻഡ് 21,000 രൂപയും അതുപോലെ തന്നെ അഗ്നിവീർ കോർപ്പസ് ഫണ്ട് 9,000 റുപ്പീസ് ഗവൺമെന്റ് ഹോൾഡ് ചെയ്യും. അതിന്റെ കൂടെ അവര് ബാക്കി 9,000 അവര് നമുക്ക് ഇടുകയും ചെയ്യും. ദെൻ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം 33,000 ഇൻ ഹാൻഡ് 23, 9,900 ഒരു ഹോൾഡ് ചെയ്യുന്നതാണ് നമ്മുടെ കയ്യിലേക്ക് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ കോർപ്പസ് വിടുന്നുണ്ട്. ഇനി തേർഡ് ഇയറിൽ 36,500ഉം അതുപോലെ ഇൻ ഹാൻഡ് 25ഉം ദെൻ നെക്സ്റ്റ് വരുമ്പോൾ അവർ 10,980 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ സെയിം എമൗണ്ട് തന്നെ അവർ ഇടുകയും ചെയ്യുന്നുണ്ട്. നാലാമത്തെ വർഷം 40,000 രൂപയാണ് നമുക്ക് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം ടോട്ടൽ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ് കോർപ്പസ് ഫണ്ട് 4 വർഷത്തിന് ശേഷം നമുക്ക് കയ്യിലേക്ക് വരുന്നത് 5 lakhs ആണ്. പക്ഷെ എക്സിറ്റ് നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി 10 ലക്ഷമാണ് സേവാനിധി പാക്കേജ് ആയിട്ട് നിങ്ങൾ 4 വർഷം കഴിഞ്ഞ്, അതായത് ഇപ്പൊ നിങ്ങളൊരു 18ാമത്തെ വയസ്സിലാണ് കയറുന്നതെങ്കിൽ 22 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ ഹാൻഡ് 10 ലക്ഷമാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും മികച്ച ജോലി, നല്ല മികച്ച പെർഫോമൻസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അവരെ നിങ്ങളെ പെർമനന്റ് ആക്കി വെക്കും. അല്ലാത്തവർക്ക് ചെയ്യാം, മീൻസ് അത് ഇറങ്ങാം. അപ്പൊ തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങളാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിനൊരു ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം സിലബസ് എന്താണെന്നുള്ളത്. ഒരു ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിന് സയൻസ് സബ്ജക്റ്റിന് ചൂസ് ചെയ്യുന്നവർക്ക് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറായിരിക്കും. നിങ്ങൾ +2 പഠിച്ച ഫിസിക്സും മാത്സും ഇംഗ്ലീഷും ആയിരിക്കും. 10th +2 ബേസ് ചെയ്തിട്ടുള്ള CBSE സിലബസ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. നിങ്ങൾ +2 പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൽ അഡീഷണൽ ആയിട്ടൊന്നും പഠിക്കണമെന്നില്ല. കുറച്ചുകൂടെ ആ ഒരു ആപ്ലിക്കേഷൻ ലെവൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം പഠിച്ചിരുന്നാൽ മതിയാകും. ഇനി അതുപോലെ ബാക്കിയുള്ള വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾ എക്സ് കാറ്റഗറി അല്ല വൈ കാറ്റഗറി ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 45 മിനിറ്റ്സ് ആയിരിക്കും ഇംഗ്ലീഷ് വരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് റീസണിങ്ങും ജനറൽ അവയർനെസ്, അതാണ് രാഗ എന്ന് പറയുന്നത്. റീസണിങ് നമുക്ക് 10th ലെവലിലുള്ള GK ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് വരുന്നത് സയൻസ് ആൻഡ് അതർ സബ്ജക്ട്സ് ആൻഡ് സയൻസിലും 8 രണ്ടും കൂടെ കൂടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് 85 മിനിറ്റ് ആയിരിക്കും വരുന്നത്. ഫിസിക്സും മാത്സും ഇംഗ്ലീഷും ആയിരിക്കും +2 ലെവൽ സിലബസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഇതിൽ നമുക്ക് ഓരോ ശരിയുത്തരത്തിന് 1 മാർക്കും, അതായത് അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മാർക്കില്ല. 0.25 മാർക്കായിരിക്കും ഓരോ തെറ്റുത്തരത്തിന് എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മോക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇതിന് ശേഷം നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ഉണ്ടാകും. അതിൽ മെയിൽ കാറ്റഗറിക്ക് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണാണ്. അത് നമുക്ക് 7 മിനിറ്റിലും ഫീമെയിലിന്റെ 8 മിനിറ്റ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 10 പുഷപ്പ് ആണ് 1 മിനിറ്റിൽ പറയുന്നത്. 10 സിറ്റപ്പ്, 20 സ്ക്വാട്സ് ആണ് വരുന്നത്. ഫീമെയിലിന് 10 സിറ്റപ്പും 15 സ്ക്വാട്സും ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഓൺലൈൻ കഴിഞ്ഞിട്ടായിരിക്കും, പിന്നീടാണ് അത് ചൂസ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാലാണ് അടുത്ത് വരുന്നത്. അപ്പം ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +2 കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ദയവായിട്ട് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. വെറും 2 മാസം നല്ലപോലെ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സേനയിൽ അംഗമാകാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു അവസരമാണ്. നമുക്ക് എക്സാം മാർച്ച് 30-നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പോഴേ മുതൽ നിങ്ങളൊന്ന് 2 മാസം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി സെക്യൂർ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും വരാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.